ലോക ഫുട്ബോൾ കാത്തിരിക്കുന്ന ആ രണ്ട് വമ്പൻ പോരാട്ടങ്ങൾക്കൊടുവിൽ സമയമായിരിക്കുകയാണ്. 2026 ഫിഫ ലോകകപ്പ് അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഫുട്ബോൾ ലോകം ഇതിനെ വിശേഷിപ്പിക്കുന്നത് സൂപ്പർ സ്റ്റാറുകളുടെ ലോകകപ്പ് എന്നാണ്. ഫിഫ റാങ്കിങ്ങിലെ ആദ്യ 4 വമ്പന്മാരായ ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, അർജന്റീന എന്നിവരാണ് ഇത്തവണ അവസാന 4-ൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ഡാലസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ സെമിയിൽ കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസ് ലാമിൻ യമാലിന്റെ സ്പെയിനിനെ നേരിടും. നാളെ നടക്കുന്ന രണ്ടാം സെമിയിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഇംഗ്ലണ്ട് ലയണൽ മെസ്സിയുടെ അർജന്റീനയെ നേരിടും. ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും നേർക്കുനേർ വരുമ്പോൾ പ്രവചനം അസാധ്യമാണ്. കിരീടം നേടുന്നതുവരെ ഞങ്ങൾക്ക് വിശ്രമമില്ല എന്നാണ് ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ വ്യക്തമാക്കിയത്. എംബാപ്പയ്ക്കൊപ്പം ഒസ്മാൻ ഡെമ്പലെയും മികച്ച ഫോമിലാണ്. എന്നാൽ തങ്ങൾ ആരെയും ഭയപ്പെടുന്നില്ലെന്നും ഫ്രാൻസിനെ തോൽപ്പിക്കാൻ സ്പെയിന് സാധിക്കുമെന്നും സ്പാനിഷ് വണ്ടർകിഡ് ലാമിൻ യമാൽ വെല്ലുവിളിച്ചു കഴിഞ്ഞു. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച 2 ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ ഡാലസ് സ്റ്റേഡിയത്തിൽ ഇന്ന് തീ പറങ്ങുന്നതിൽ സംശയമില്ല. ബുധനാഴ്ച അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടക്കുന്ന രണ്ടാം സെമി ഫൈനൽ ചരിത്ര നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തൻ്റെ 39-ാം വയസ്സിലും അർജന്റീനയെ നയിക്കുന്ന ലയണൽ മെസ്സി കരിയറിൽ ആദ്യമായാണ് ഇംഗ്ലണ്ടിനെതിരെ കളിക്കുന്നത്. ഇംഗ്ലണ്ട് ലോക ഫുട്ബോളിലെ വമ്പന്മാരാണ്. അവരെ നേരിടുന്നത് തികച്ചും സ്പെഷ്യൽ അനുഭവമായിരിക്കും, മെസ്സി പറഞ്ഞു. എന്നാൽ നോർവേയെ തകർത്തുവിട്ട ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെയും ഹാരി കെയ്ൻ്റെയും ഫോമിലാണ് ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷ. ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ സുവർണ്ണ കാലഘട്ടമാണിതെന്നും കപ്പ് നേടുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഹാരി കെയ്ൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.